ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ മൈക്രോ റിട്ടയർമെന്റ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? പേര് കേട്ടാൽ തന്നെ ഒരു റിലാക്സേഷൻ അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പുതിയ തൊഴിൽ പ്രവണതയെക്കുറിച്ചാണ്. ബൂമർ തലമുറയും ജെൻ എക്സ് തലമുറയും വിരമിക്കൽ എന്ന ആശയത്തോട് പോരാടുമ്പോൾ നമ്മുടെ മില്ലേനിയൽസ്, ജെൻ സെഡ് തലമുറയിലെ സഹോദരങ്ങൾ ജീവിതത്തിൽ നിന്ന് ചെറിയ ഇടവേളകൾ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതിനെയാണ് മൈക്രോ റിട്ടയർമെന്റ് എന്ന് വിളിക്കുന്നത്. സങ്കൽപ്പിക്കുക, നിങ്ങൾക്ക് 30 വയസ്സാണ്. ജോലി, ട്രാഫിക്, ഡെഡ്ലൈൻസ്, മീറ്റിംഗുകൾ. നിങ്ങളുടെ ജീവിതം ഒരു റേസിംഗ് കാറ് പോലെ അതിവേഗത്തിൽ പാഞ്ഞു പോകുന്നു. ഒരു നിമിഷം നിൽക്കാൻ പോലും സമയമില്ല. എന്നാൽ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്: ഇതാണോ എന്റെ ജീവിതം? ഇത്രയേയുള്ളൂ? മൈക്രോ റിട്ടയർമെന്റ് നിങ്ങളോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം? ജോലിയോ അതോ നിങ്ങളുടെ സന്തോഷമോ? 1 വർഷം, 6 മാസം അല്ലെങ്കിൽ 1 മാസം പോലും ആകാം. നിങ്ങൾ ജോലിയിൽ നിന്ന് ഒരു ഇടവേള എടുക്കുന്നു, ഒരു പുതിയ ഹോബി പഠിക്കുന്നു, ലോകം ചുറ്റുന്നു, ഒരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പദ്ധതിയിൽ പ്രവർത്തിക്കുന്നു. അത് എന്തായാലും നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തിന് ആവശ്യമുള്ളത് ചെയ്യുന്നു. ഇത് ഒരു വിരമിക്കലല്ല സുഹൃത്തുക്കളെ, ഇത് ഒരു റീസെറ്റ് ആണ്. നിങ്ങളുടെ ബാറ്ററികൾ റീചാർജ് ചെയ്യാനുള്ള ഒരു അവസരം. പണ്ട് ജീവിതം വളരെ ലളിതമായിരുന്നു. കൃഷി, വ്യാപാരം, കുടുംബം. ജീവിതം തന്നെയായിരുന്നു ജോലി. ഇന്ന് നമ്മൾ ജോലിയെ വളരെ ഗൗരവമായി കാണുന്നു. അത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. എന്നാൽ നമ്മൾ മനുഷ്യരാണ്, യന്ത്രമല്ല. നമുക്ക് വിശ്രമിക്കാനും ചിന്തിക്കാനും സമയം ആവശ്യമാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകേണ്ടത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മൈക്രോ റിട്ടയർമെന്റ് സഹായിക്കും. എന്നാൽ ഇത് ഒരു യാത്രയാണ്, ഒരു അവധിയല്ല. ഇവിടെയാണ് സാമ്പത്തിക തയ്യാറെടുപ്പ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ചെലവുകൾ കുറയ്ക്കണം. പ്രതിമാസ ചെലവ് 25 മുതൽ 35% വരെ കുറയ്ക്കാൻ ശ്രമിക്കുക. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. നിക്ഷേപങ്ങൾ നന്നായി പ്ലാൻ ചെയ്യുക. ഇടവേളയ്ക്ക് മുമ്പ് നിങ്ങളുടെ നിക്ഷേപങ്ങളുടെ 15 മുതൽ 25% വരെ യാഥാസ്ഥിതിക ഓപ്ഷനുകളിലേക്ക്, അഥവാ FD പോലുള്ള ഒരു സുരക്ഷിതവും ലിക്വിഡിറ്റി ഉള്ളതുമായ ഓപ്ഷനുകളിലേക്ക് മാറ്റുക. ഇത് നിങ്ങളുടെ മൂലധനത്തെ സംരക്ഷിക്കും. നിങ്ങളുടെ മൈക്രോ റിട്ടയർമെന്റ് കാലാവധി എത്രയായാലും അത് തീരും വരെ കഴിയാനുള്ള ഫണ്ട് കണ്ടെത്തുക. അതിനായി കരിയർ കോച്ചിംഗ് ക്ലാസുകൾ എടുക്കാം, പുതിയ സ്കിൽസ് പഠിക്കാം, നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാം. മറ്റൊരു പ്രധാന കാര്യം നിങ്ങളുടെ ബന്ധങ്ങൾ നിലനിർത്തുക എന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി, കുടുംബാംഗങ്ങളുമായി, മുൻ സഹപ്രവർത്തകരുമായി ബന്ധം നിലനിർത്തുക. മൈക്രോ റിട്ടയർമെന്റ് ഒരു അവസരമാണ്, ഒരു ഭയമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു അവസരമാണ്. എന്താണ് നിങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ്? എന്താണ് നിങ്ങളുടെ ഹൈഡൻ പാഷൻ? ഒരു യാത്ര പോകണോ? ഒരു പുസ്തകം എഴുതണോ? ഒരു സിനിമ നിർമ്മിക്കണോ? ഒരു സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിക്കണോ? മൈക്രോ റിട്ടയർമെന്റ് നിങ്ങളെ അതിനായി പ്രാപ്തരാക്കുന്നു. എന്നാൽ ഓർക്കുക, ഇത് ഒരു യാത്രയാണ്, ഒരു അവധിയല്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. മൈക്രോ റിട്ടയർമെന്റ് നിങ്ങളെ അതിനായി സഹായിക്കും. ഇത് ഒരു പുതിയ തുടക്കമാണ് സുഹൃത്തുക്കളെ. നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം എഴുതാൻ തുടങ്ങുക. ഭാവുകങ്ങൾ നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.